ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി അക്കേഷൻ ന്യൂ വ്ളോഗ്. നമുക്ക് ഇന്നൊരു മിനി വ്ളോഗ് കണ്ടാലോ? അപ്പോൾ ഞങ്ങൾ 3 ദിവസം ചേർത്തല ചെറിയമ്മയുടെ വീട്ടിലായിരുന്നേ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറിയമ്മയാണ് ഇപ്പം എൻ്റെ ചെറിയമ്മയും. അപ്പോൾ അവിടെ 2 ദിവസം അടിച്ചൊക്കെ പൊളിച്ച് 3-ാം ദിവസം റിട്ടേൺ വീട്ടിലോട്ട് പോണ മുമ്പ് ഒരു സ്ഥലത്തും കൂടി കയറുവേ. ഇതാണ് ചെറിയമ്മയുടെ മോള് അർച്ചന. ഞങ്ങളെല്ലാവരും അച്ചു എന്ന് വിളിക്കും. അവളുടെ അടുത്തൊക്കെ ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. എവിടെയാണെന്ന് മനസ്സിലായില്ലേ? അതെ, അമ്പലപ്പുഴ കണ്ണൻ്റെ അടുത്തേക്ക്. കുറേ നാളായി വിചാരിക്കുന്നു അവിടെ ഒന്ന് പോയി തൊഴാൻ, പക്ഷെ സാധിച്ചിരുന്നില്ല. ഇന്നാണ് സാധിച്ചത്. അപ്പോൾ നല്ലോണം തൊഴുതു, തൃക്കായ് വെണ്ണ കിട്ടി, പിന്നെ പ്രസാദവും കിട്ടി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് ജ്യൂസ് കുടിക്കാൻ പോയി. ജ്യൂസൊക്കെ കുടിച്ച് ഒരു വടയൊക്കെ കഴിച്ച് അവളുടെ കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസും പിന്നെ ചിരിയൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. അവിടെയൊക്കെ കുറേ കടകളിൽ കുറേ ഫ്രെയിംസൊക്കെ ഉണ്ട്. ചെറിയ ഫ്രെയിമുണ്ട്, വലുതുണ്ട്, മയിൽപ്പീലികളുണ്ട്, പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളുണ്ട്, കുറേ കളിപ്പാട്ടങ്ങളുണ്ട്, പൂക്കടയുണ്ട്. അങ്ങനെ എല്ലാ കടകളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആസ്വദിച്ച് നടക്കണേനെ. അച്ഛനും മോളാണെങ്കിൽ എന്തോ കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കണുണ്ട്. അമ്പലപ്പുഴ വന്നിട്ട് പാൽപ്പായസം മേടിക്കാതെ പോണത് ശരിയല്ലല്ലോ. അവിടെ അന്വേഷിച്ചപ്പോൾ 1:30 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ അവിടെ 11 മണിക്ക് എത്തി. കുറേ ടൈമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ടൈമുണ്ട്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അതെല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്ത് ആംബിയൻസ് അല്ല ഇവിടെ, അടിപൊളി. മഴയും പെയ്തു, അവൾ കളിക്കാനും തുടങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോൾ പാൽപ്പായസത്തിൻ്റെ ക്യൂവിൽ നിന്നു പാൽപ്പായസം കിട്ടി, ഉണ്ണിയപ്പവും കിട്ടി. പിന്നെ ഞങ്ങൾ പിന്നെയും വീട്ടിലോട്ട് യാത്രയായി. ഞങ്ങൾക്ക് 3 പേർക്കാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പായിരുന്നേ. ആലപ്പുഴ എത്തിയപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ കയറാമെന്ന്. മദ്രാസ് വെജ് റെസ്റ്റോറൻറ്റ്, അടിപൊളി റെസ്റ്റോറൻറ്റാണേ. അവിടുത്തെ ആംബിയൻസും കൊള്ളാം. ഫുഡൊക്കെ ഓർഡർ ചെയ്തു, പ്ലേറ്റൊക്കെ കിട്ടി. അച്ഛൻ മോളെ വഴക്ക് പറയണേ എന്തോ കാര്യത്തിന്, എനിക്കറിയില്ല, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ എത്തി. ഷെഷ്വാൻ ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും സാലഡും പിന്നെ ചില്ലി ഗോപി ഫ്രൈയും കൂടി എത്തിയേ. ചില്ലി ഗോപി ഫ്രൈയുടെ മുകളിൽ നല്ലോണം നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ആ ഒരു സവാളയും ഒരു പീസും കൂടി തിന്നാനില്ലേ, ഹായ് വാ, അടിപൊളിയാ. പിന്നെ ചപ്പാത്തി ചേട്ടനാണ്, ഞാൻ എൻ്റെ പങ്കെടുത്തു. കുറച്ച് ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും സാലഡൊക്കെ കൂട്ടി അങ്ങ് കുഴച്ചങ്ങോട്ട് കഴിച്ചു. അടിപൊളിയായിരുന്നു, നല്ല എരിവും ഉണ്ടായിരുന്നു. മനസ്സും വയറും ഒരേപോലെ നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പിന്നെ യാത്ര തുടങ്ങി. 4 മണി 4:30 വീട്ടിലെത്തിയപ്പോൾ.